ഡെലിവറി കഴിഞ്ഞ് ധ്രുവി കോളേജിൽ പോയി തുടങ്ങുവാണെന്ന്. മക്കളെ പിരിയുന്നതിൻ്റെ വിഷമമുണ്ടെങ്കിലും ഇനി 2 മാസത്തെ കാര്യം കൂടിയല്ലേ ഉള്ളൂ എന്നോർത്താണ് ഒരു സമാധാനം. രാവിലെ കുളിച്ചു ഫ്രഷായി കഴിഞ്ഞ് ധ്രുവി കോളേജിൽ പോയി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള പാൽ പിഴിഞ്ഞ് ഗ്ലാസ് കണ്ടെയ്നറുകളിലേക്ക് മാറ്റി 4 കണ്ടെയ്നറുകളിലാക്കി എടുത്ത പാലിൽ 3 ഫ്രീസറിൽ വെച്ചു. രാത്രിയിൽ പിഴിഞ്ഞെടുത്ത 2 ബോട്ടിലും ഫ്രീസറിലുണ്ട്. റൂം ടെമ്പറേച്ചറിൽ 6 മണിക്കൂർ വരെ പാല് കേടാകാതെ ഇരിക്കുന്നത് കൊണ്ട് ഒരു കണ്ടെയ്നർ ലിസിയെ ഏൽപ്പിച്ചു. കുഞ്ഞുങ്ങൾക്ക് 3 മാസം പ്രായം കഴിഞ്ഞതുകൊണ്ട് ഒരു കണ്ടെയ്നറിൽ 180 ml പാൽ വീതം എടുത്തിട്ടുണ്ട്. പാല് തണുക്കുമ്പോൾ വികസിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് കണ്ടെയ്നറിൽ പാൽ നിറച്ചു വയ്ക്കാൻ കഴിയില്ല. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കിയെടുത്ത് ഫ്രീസറിലിരിക്കുന്ന പാൽ അതിലേക്ക് ഇറക്കി വെച്ച് തണുപ്പ് മാറ്റി കൊടുക്കാം. ഷെറിനെയും ക്ലാരയെയും എല്ലാം പറഞ്ഞേൽപ്പിച്ച് ധ്രുവിയും സ്റ്റെല്ലയും ആഹാരം കഴിച്ചെഴുന്നേറ്റു. ധ്രുവി റൂമിൽ ചെന്ന് കുഞ്ഞുങ്ങളെ ഉണർത്തി 2 പേർക്കും പാല് കൊടുത്ത് ക്രിസ്റ്റിയെ വീണ്ടും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ചു. 2 പേരും കുഞ്ഞുങ്ങളുമായി താഴേക്ക് വന്നു. മക്കൾക്ക് 2 പേർക്കും ഉമ്മ കൊടുത്ത് കുഞ്ഞുങ്ങളെ ജോണിൻ്റെയും ഷെറിൻ്റെയും കയ്യിൽ കൊടുത്ത് ക്രിസ്റ്റി ധ്രുവിയെയും സ്റ്റെല്ലയെയും കൊണ്ട് കോളേജിലേക്ക് പോയി. വാമിക്കുട്ടിക്ക് വാവകളെ കാണണമെന്ന് പറഞ്ഞതുകൊണ്ട് ഹിമ മോളെയും കൂട്ടി വന്നതാണ്. ഹാളിൽ പാവിരിച്ച് നിലത്ത് കിടത്തിയേക്കുവാണ് 2 പേരെയും. കമഴ്ന്ന് കിടന്ന് ഒരു കൈയിൽ വായിൽ വെച്ച് മറുകൈ കിലുക്കനിൽ നോക്കിക്കിടന്ന് കളിയാണ് 2 പേരും. വാമിക്കുട്ടി കിലുക്കൻ കിലുക്കി 2 പേരെയും കളിപ്പിക്കുന്നുണ്ട്. 3 പേരും അവരുടേതായ ഭാഷയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പവും അമ്മവും പല്ലില്ലാത്ത മോണ കാട്ടി ഇടയ്ക്ക് ചിരിക്കുന്നുമുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ 2 പേരും വിശന്ന് ചിണുങ്ങാൻ തുടങ്ങി. ലിസി തണുപ്പ് മാറ്റിയ പാൽ 2ഉം എടുത്തുകൊണ്ടുവന്ന് ഷെറിൻ്റെയും ഹിമയുടെയും കയ്യിലേക്ക് കൊടുത്തു. ഷെറിനും ഹിമയും ഓരോരുത്തരെ മടിയിലേക്ക് എടുത്തു വെച്ച് കുറേശ്ശെ പാൽ പാലടയിലേക്ക് ഒഴിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ തുടങ്ങി. ഹിമ അമ്മുവിനെ മടിയിലെടുത്ത് വെച്ച് പാല് കൊടുക്കുന്നത് കാണും തോറും വാമിക്കുട്ടിയുടെ മുഖം വീർത്തു വന്നു. കുഞ്ഞിനെ കൊഞ്ചിച്ചുകൊണ്ട് ചെറു ചിരിയോടെ പാല് കൊടുക്കുന്ന ഹിമയെ കാണെ വാമിക്കുട്ടിയുടെ പരിഭവം സങ്കടമായി മാറി. എൻ്റെ അമ്മയല്ലേ, എന്നെ ശ്രദ്ധിക്കാതെ എന്തിനാ കുഞ്ഞുവാവയ്ക്ക് പാല് കൊടുക്കുന്നേ? എന്തിനാ കുഞ്ഞുവാവയെ കൊഞ്ചിക്കുന്നേ? ഇതൊക്കെയായിരുന്നു ആ കുഞ്ഞു മനസ്സിലെ ചിന്ത. ഹിമ എന്ന അമ്മ വാമിക്കുട്ടിയുടെ സ്വാർത്ഥതയാണ്, അവളുടെ മാത്രം അമ്മ എന്ന സ്വാർത്ഥത. പെട്ടെന്ന് വാമിക്കുട്ടിയുടെ കരച്ചിൽ ഉയർന്നു കേട്ടതും ഹിമ ഞെട്ടിപ്പോയി. കരച്ചിൽ കേട്ട് ലിസിയും ട്രീസയും ക്ലാരയും ധൃതി പിടിച്ച് അടുക്കളയിൽ നിന്ന് മൂടി വന്നു. എന്താ വാവേ, എന്ത് പറ്റിയടാ? എന്തിനാ അമ്മയുടെ പൊന്ന് കരയുന്നേ? ഹിമ ഒരു കൈ കൊണ്ട് വാമിക്കുട്ടിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. അപ്പോഴും കരച്ചിൽ ഉച്ചത്തിലായതല്ലാതെ മറുപടി ഒന്നുമില്ലായിരുന്നു. കരയുന്നതിനൊപ്പം എടുക്കാനായി ഹിമയ്ക്ക് നേരെ കയ്യും ഉയർത്തി പിടിച്ചാണ് നിൽപ്പ്. അമ്മുവിനെ എടുത്തിരിക്കുന്നത് കൊണ്ട് ഹിമയ്ക്ക് വാമിക്കുട്ടിയെ എടുക്കാനും കഴിഞ്ഞിരുന്നില്ല. ക്ലാര പെട്ടെന്ന് വന്ന് അമ്മുവിനെ ഹിമയുടെ കയ്യിൽ നിന്നും എടുത്തു. ആ സമയം തന്നെ വാമിക്കുട്ടി ഹിമയുടെ ദേഹത്തേക്ക് ചാടിക്കയറിയിരുന്നു. എന്തിനാണ് അമ്മയുടെ വാവ കരയുന്നേ? ദേ നോക്കിയേ, വാമിക്കുട്ടി കരഞ്ഞാൽ അമ്മയ്ക്ക് സങ്കടം വരും കേട്ടോ. ഹിമ പറഞ്ഞത് കേട്ട് വാമിക്കുട്ടി ആണോ എന്ന രീതിയിൽ ഹിമയെ നോക്കി. ഹിമ വാമിക്കുട്ടിയുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു. എന്തിനാണ് അമ്മയുടെ പൊന്ന് കരഞ്ഞേ? വാമിക്കുട്ടിയുടെ മുഖം അമർത്തി തുടച്ചുകൊണ്ട് ഹിമ ചോദിച്ചു. എൻ്റെ അമ്മ അല്ലേ? വാമിക്കുട്ടി ഹിമയോട് മറു ചോദ്യം ചോദിച്ചു. അതേലോ, എൻ്റെ പൊന്നിൻ്റെ അമ്മയാണല്ലോ, ഹിമ വാമിക്കുട്ടിയെ കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു. എഞ്ചി അമ്മ വാവയത്തെ പാപ്പം കൊത്തേ, എൻ്റെ അമ്മ അല്ലേ? പോ എച്ചമ്മേൻ്റെ പാപ്പം തയ്യാൻ എന്നെ എത്താ മതി. ചെറു കുശുമ്പോടെയുള്ള വാമിക്കുട്ടിയുടെ സംസാരം കേൾക്കെ എല്ലാവരും ചിരിച്ചുപോയി. എഞ്ചാ? എല്ലാവരുടെയും ചിരി കണ്ടതും കൂർപ്പിച്ച മുഖത്തോടെ വാമിക്കുട്ടി ചോദിച്ചു. ഒന്നുമില്ലെൻ്റെ പൊന്നോ, എന്തൊരു കുശുമ്പാ പെണ്ണെ നിൻ്റെ? ഷെറിൻ വാമിക്കുട്ടിയുടെ കവിളിൽ ചെറുതായി നുള്ളിക്കൊണ്ട് ചോദിച്ചു. എനിക്ക് കുശുമ്പില്ല, ഷെറിൻ്റെ കൈ കെറുവോടെ തട്ടിമാറ്റിക്കൊണ്ട് വാമിക്കുട്ടി പറഞ്ഞു. വാമിക്കുട്ടിയുടെ വാവന്മാരല്ലേ, പിന്നെന്താടാ, എന്തിനാ എൻ്റെ പൊന്ന് കരഞ്ഞേ? ഹിമ വാമിക്കുട്ടിയുടെ മുടി ഒതുക്കി വെച്ചുകൊണ്ട് ചോദിച്ചു. എൻ്റെ വാവയാ, പക്ഷെ അമ്മക്കെന്താ ചിത്തല്ല, എൻ്റെ അമ്മയാ. ഹിമയുടെ തോളിലേക്ക് ചാഞ്ഞ് ഇരു കൈ കൊണ്ടു കഴുത്തിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് വാമിക്കുട്ടി പറഞ്ഞു. ഹിമയുടെ മനസ്സിൽ ചെറുതായി എരിഞ്ഞു തുടങ്ങിയ ഞെരിപ്പോടണയാൻ ആ കുഞ്ഞിൻ്റെ സ്വാർത്ഥമായ സ്നേഹം മാത്രം മതിയായിരുന്നു. ആർക്കും വാമിക്കുട്ടിയുടെ സംസാരത്തിലും പ്രവൃത്തിയിലും അത്ഭുതമൊന്നും തോന്നിയില്ല. ഒരമ്മയുടെ ഉദരത്തിൽ ജന്മം കൊണ്ടപ്പോൾ മുതൽ ആ കുഞ്ഞിന് നിഷേധിക്കപ്പെട്ട അമ്മയുടെ സ്നേഹവും കരുതലും വാത്സല്യവും എല്ലാം ഇന്ന് ഉപാധികൾ ഏതുമില്ലാതെ ഹിമ ആ കുഞ്ഞിന് പകർന്നു നൽകുന്നുണ്ട്. തൻ്റെ സ്വന്തമെന്ന വാമിക്കുട്ടിയുടെ സ്വാർത്ഥത ഹിമ എന്ന അമ്മയുടെ വിജയമാണ്. ക്രിസ്റ്റിയുടെ വീർപ്പിച്ചു കെട്ടിയ മുഖം കണ്ട് ജോൺ ഇടയ്ക്ക് അവനെ കളിയാക്കുന്നുണ്ട്. ക്രിസ്റ്റി തിരിച്ചു നല്ല മറുപടിയും കൊടുക്കുന്നുണ്ട്. കാര്യം വേറൊന്നുമല്ല,
ധ്രുവി കോളേജിൽ നിന്ന് വന്നിട്ട് ക്രിസ്റ്റിയെ മൈൻഡ് പോലും ചെയ്തിട്ടില്ല. വന്നപ്പോൾ മുതൽ കുഞ്ഞുങ്ങളെ രണ്ടും മാറി മാറി എടുത്തുകൊണ്ട് നടക്കുക. ഇടയ്ക്ക് കുഞ്ഞുങ്ങൾ ഉറങ്ങിയപ്പോൾ ട്രേസ് നിർബന്ധിച്ച് ആഹാരവും കഴിപ്പിച്ചിരുന്നു. കഴിച്ചു കഴിഞ്ഞ ഉടനെ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് പോവുകയും ചെയ്തു. നേരത്തെ കോളേജിൽ നിന്ന് വന്നാൽ തൻ്റെ അടുത്ത് നിന്നും മാറാത്തവളാണ്. തൻ്റെ ഒപ്പം ഇരുന്ന് താൻ വാരിക്കൊടുക്കുന്ന ആഹാരം കഴിക്കുന്നവളാണ്. എന്നാൽ ഇന്ന് തന്നെ ഒന്ന് ശ്രദ്ധിക്കുക കൂടി ചെയ്യുന്നില്ല എന്നോർത്തപ്പോൾ ക്രിസ്റ്റിയുടെ മുഖത്ത് വീണ്ടും പരിഭവം നിറഞ്ഞു. എല്ലാവരും പറയുന്നത് ശരിയാ. പിള്ളേരായി കഴിഞ്ഞാൽ ഇവൾമാർക്കൊന്നും ഭർത്താക്കന്മാരെ യാതൊരു മൈൻഡും കാണില്ല. എന്നെ പറഞ്ഞാൽ മതി, കുഞ്ഞല്ലേ കൊച്ചല്ലേ എന്നും പറഞ്ഞ് പൊന്നെ പോലെ കൊണ്ട് നടന്നതല്ലേ. ബെഡിൽ കമിഴ്ന്ന് കിടന്ന് ക്രിസ്റ്റി പൊറുപൊറുക്കുന്നത് ധ്രുവിയും കേൾക്കുന്നുണ്ടായിരുന്നു. പൊട്ടി വന്ന ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് ധ്രുവി അപ്പുവിനെ ഉറക്കുകയാണ്. അമ്മുവിനെ നേരത്തെ തന്നെ ഉറക്കി തൊട്ടിലിൽ കിടത്തിയിരുന്നു. ക്രിസ്റ്റിയുടെ പരിഭവം പറച്ചിൽ അപ്പോഴും തീർന്നിരുന്നില്ല. ധ്രുവി അപ്പുവിനെ പതുക്കെ തൊട്ടിലിലേക്ക് കിടത്തി തൊട്ടിൽ പതുക്കെ ഒന്ന് ആട്ടിക്കൊടുത്തു. തൊട്ടിലിൻ്റെ കൊതുക് വലയും വലിച്ചിട്ട് ക്രിസ്റ്റിക്ക് അടുത്തേക്ക് ചെന്നു. ഇച്ചായോ? ക്രിസ്റ്റിയുടെ നഗ്നമായ പുറത്ത് തഴുകി ധ്രുവി ഈണത്തിൽ വിളിച്ചു. പൊടി. പരിഭവത്തോടെ ക്രിസ്റ്റി ധ്രുവിയുടെ കൈതട്ടി മാറ്റി. ഇതെന്തു പറ്റി? പതിവില്ലാത്തൊരു പിണക്കം. ക്രിസ്റ്റിയുടെ പുറത്തേക്ക് കയറി കിടന്നുകൊണ്ട് ധ്രുവി ചോദിച്ചു. ഒറ്റ വലിക്ക് ധ്രുവിയെ ബെഡിലേക്ക് വലിച്ചിട്ട് അവൾക്കിരുവശവും കൈകുത്തി അല്പം ഉയർന്നു നിന്ന് ക്രിസ്റ്റി. നിനക്കറിയില്ലേ എന്നാ കാര്യമെന്ന്? ക്രിസ്റ്റി വീർപ്പിച്ചു വെച്ച മുഖത്തോടെ തന്നെ ധ്രുവിയോട് ചോദിച്ചു. ആവോ, ഞാനെങ്ങനെ അറിയാനാ? ചുണ്ടിൽ വിരിഞ്ഞ ചിരി മറച്ചു വെച്ചുകൊണ്ട് ധ്രുവി പറഞ്ഞു. കുഞ്ഞുങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ നിന്നെയാണോ അവരെയാണോ കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് എന്നോട് ചോദിച്ചു നടന്നിട്ട് നിനക്കിപ്പോൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കാൻ കൂടി സമയമില്ലേ കുഞ്ഞാ? നിനക്കിപ്പോൾ എപ്പോഴും പിള്ളേരെ മതി. ഞാനെന്നൊരാൾ നിൻ്റെ കൂടെ ഉണ്ടെന്ന ചിന്ത പോലും നിനക്കില്ല. കൊച്ചുകുട്ടികളെപ്പോലെ പരാതി പറയുന്ന ക്രിസ്റ്റിയെ കാണെ ധ്രുവി ചിരിച്ചു പോയിരുന്നു. അതുകൂടിയായതും ക്രിസ്റ്റിയുടെ മുഖം ഒന്നുകൂടി വീർത്തു. ധ്രുവിയിൽ നിന്നകന്ന് ക്രിസ്റ്റി വൃത്തിക്ക് അഭിമുഖമായി തിരിഞ്ഞു കിടന്നു. ധ്രുവി ഒരു ചിരിയോടെ ക്രിസ്റ്റിയുടെ ദേഹത്തുകൂടെ കയറിയിറങ്ങി ക്രിസ്റ്റിക്ക് അഭിമുഖമായി കിടന്നു. എന്തിനാ മോനെ ക്രിസ്റ്റി ഈ മുഖം ഇങ്ങനെ വീർപ്പിച്ചു വച്ചേക്കുന്നേ? ഇങ്ങനെ കാണാൻ ഒരു ചേലുമില്ല കേട്ടോ. ക്രിസ്റ്റിയുടെ മീശത്തുമ്പ് രണ്ടും കൈകൾ കൊണ്ട് പിരിച്ചു വെച്ചുകൊണ്ട് ധ്രുവി പറഞ്ഞു. മിണ്ടാതെ കിടന്നുറങ്ങാൻ നോക്കടി. പരിഭവത്താൽ ധ്രുവിയുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് ക്രിസ്റ്റി കണ്ണുകൾ അടച്ചു. മനുഷ്യ, കൂടുതൽ കിടന്ന് ഒച്ച വെച്ച് പിള്ളാരെങ്ങാനും ഉണർന്നാൽ എൻ്റെ പൊന്നുമോൻ ഇന്നും പട്ടിണി കിടക്കത്തേ ഉള്ളൂ. ക്രിസ്റ്റിയുടെ കയ്യിൽ ചെറുതായി നുള്ളിക്കൊണ്ട് ധ്രുവി പറഞ്ഞതും ക്രിസ്റ്റി പെട്ടെന്ന് തന്നെ തൻ്റെ കണ്ണുകൾ വലിച്ചു തുറന്നു. എന്താ കുഞ്ഞാ നീ ഇപ്പോൾ പറഞ്ഞേ? കേട്ടത് വിശ്വാസം വരാതെ ക്രിസ്റ്റി ചോദിച്ചു. മറുപടിയായി ധ്രുവി ഒരു പുഞ്ചിരിയുടെ ക്രിസ്റ്റിയുടെ ചുണ്ടുകളിലേക്ക് ചുണ്ട് ചേർത്ത് വെച്ചു.